കുറെ പേര് എനിക്ക് മെസ്സേജ് ചെയ്തു അവർക്ക് അവരുടെ റിലേഷൻഷിപ്പിൽ പഴയ പോലെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ മടുത്തു തുടങ്ങി, ബോറടിച്ചു തുടങ്ങി, പഴയ ഒരു എക്സൈറ്റ്മെന്റ് കാണാനില്ല, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു കുറെ പേര് എനിക്ക് മെസ്സേജ് ചെയ്തു. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ബോറടി മാറ്റാനോ ഒരു ചെറിയ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മടുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജിലോട്ട് പോകരുത്. നിങ്ങളുടെ മാരേജ് എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അപ്പൊ അവളെ ഫസ്റ്റ് കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ബട്ടർഫ്ലൈ അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് പിന്നെ ഒരു 1 ഇയർ ഇങ്ങനെ ഉണ്ടാവില്ല. അവൾക്ക് എന്നോടുണ്ടാവില്ല, എനിക്ക് അവളോടുണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ എല്ലാ കാര്യം ഞാൻ മനസ്സിലാക്കി, എന്റെ എല്ലാ കാര്യം അവളും മനസ്സിലാക്കി. ഇപ്പൊ ഞങ്ങൾ രണ്ടല്ല ഒന്നാണ്. അപ്പൊ പണ്ടത്തെ ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ പിന്നീട് ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവളൊന്ന് തടിക്കും, എന്റെ മുടിയൊക്കെ ഒന്ന് പോകും. എന്നിട്ട് ഞാൻ ആ മാരേജിൽ നിൽക്കാൻ കാരണം എന്റെ സ്നേഹം അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ലോയാലിറ്റി ആണ്. അപ്പൊ നിങ്ങൾ മടുത്തു അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് പോയി, ഇൻട്രസ്റ്റ് പോയി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മാറ്റാത്ത ഒരു കളിപ്പാട്ടല്ല. ഇപ്പൊ എന്റെ ഭാര്യനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പെണ്ണുങ്ങൾ ഈ ലോകത്ത് എപ്പോഴും ഉണ്ടാവും, എന്നെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആണുങ്ങൾ ഈ ലോകത്ത് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യനെ വിട്ടാൽ ബെറ്റർ ആയിട്ടുള്ള പെണ്ണുങ്ങളെ നോക്കി പോകണോ, അല്ലെങ്കിൽ എന്റെ ഭാര്യ വേറെ ആണുങ്ങളെ നോക്കി പോകണോ? ഈ ബെറ്റർ എന്നുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പടച്ചോ വിധിച്ച ഒരാളെ എനിക്ക് സമാധാന സന്തോഷം തരും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ ഉമ്മാക്ക് പകരം വേറെ ഉമ്മാനെ തന്നെ ഞാൻ സ്വീകരിക്കോ, എന്റെ ഉപ്പാക്ക് പകരം വേറൊരു പണക്കാരനായിട്ടുള്ള വേറെ ആളെ തന്നെ ഞാൻ സ്വീകരിക്കോ? ഈ ഉമ്മ ഇപ്പ സിബ്ലിങ്സ് പോലെ തന്നെ നമ്മുടെ ഭാര്യക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെ പകരം വെക്കാൻ മറ്റൊരാളില്ല. ഒപ്പം തന്നെ ഡൗണും അപ്പൊക്കെ ഉണ്ടാവും. സ്റ്റിൽ നമുക്ക് വിധിച്ചതാണ് നമുക്ക് എപ്പോഴും അതിന്റെ പീസ്ഫുൾനെസ് തരും. നിങ്ങൾ ബെറ്റർ നോക്കി പോണ ആളാണെങ്കിൽ അല്ലെങ്കിൽ വേഗം മടുക്കുന്ന അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആളാണെങ്കിൽ ഈ പരിപാടിക്ക് ഒരാളുടെ ഹൃദയം വെച്ച് കളിക്കരുത്. നിങ്ങൾ മാരേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നും ഡെയിലി കാണുമ്പോഴുള്ള ബട്ടർഫ്ലൈ അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ഒക്കെ മാരേജിന്റെ ഫസ്റ്റ് ഇയർ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പുതുതായിട്ടൊരു കാര്യം അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അവിടെ പ്യുവർ സ്നേഹം, കമ്മിറ്റ്മെന്റ്, ലോയൽറ്റിയാണ് വേണ്ടത്. നിങ്ങളുടെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടോ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടോ ഒരു ചെറിയ പ്ലഷറിന് വേണ്ടിയിട്ടോ മാരേജ് ഒരിക്കലും ചെയ്യരുത്. ഒരാളുടെ ഹൃദയത്ത് കളിക്കരുത്. ഓക്കെ.